കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക് അന്ത്യശാസനം നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നിരുപാധികം ആയുധം വെച്ച് കീഴടങ്ങാനാണ് മുന്നറിയിപ്പ്. ചിലർ മാവോയിസ്റ്റുകളുമായി സമാധാന ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെടുന്നു. അതിന്റെ ആവശ്യം എന്താണെന്ന് അമിത്ഷാ ചോദിക്കുന്നു. കീഴടങ്ങുന്നവരുടെ പുനരധിവാസത്തിന് പ്രത്യേക പദ്ധതി തയ്യാറാക്കിയതായും അദ്ദേഹം കൂട്ടിച്ചേർക്കേണ്ടായി. मोदी जी की ओर से आपको भरोसा दिलाना चाहता हूं कि 31 मार्च 2026 के बाद ये नक्सलवादी आपके विकास को नहीं रोक पाएंगे, आपके अधिकार को नहीं रोक पाएंगे। काफी कुछ काम हुआ है, काफी कुछ काम बाकी है, मगर मुझे पूरा भरोसा है 2026 मार्च के पहले इस समस्या से हमारा बस्तर मुक्त हो जाएगा. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് പൂർത്തിയാക്കും. 2026 മാർച്ചോടുകൂടി കമ്മ്യൂണിസ്റ്റ് ഭീകരത ഭാരതത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബസ്തറിൽ ദസറ ആഘോഷം നടക്കുകയായിരുന്നു. അത് അവിടുത്തെ വനവാസി വിഭാഗങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ ദസറ നടക്കുന്നത്. അത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഉത്സവമാണ്. മാ ദന്തേശ്വരി മന്ദിർ ആയി ബന്ധപ്പെട്ട് അതിന് വളരെ അടുത്ത ബന്ധവുമുണ്ട്. ഇതിനു മുൻപ് രാജഭരണം ഉണ്ടായിരുന്ന കാലത്തോ അതിനുശേഷം ജനാധിപത്യം വന്ന സമയത്തോ ഏതെങ്കിലും ഒരു നേതാവ് അല്ലെങ്കിൽ നേതാക്കൾ അവിടേക്ക് ഈ ദസറ ആഘോഷിക്കാനോ അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനോ എത്തിയിരുന്നില്ല. ഇതാദ്യമായാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു നേതാവ് ആ ദസറ ആഘോഷത്തിൽ, ഇത്രയും ഉന്നതനായ ഒരു നേതാവ് എത്തുന്നതും പങ്കുചേരുന്നതും. ഒപ്പം തന്നെ ഇപ്പോൾ നടക്കുന്ന മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷന്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക് അമിത്ഷാ അന്ത്യശാസനം നൽകിയിരിക്കുന്നു. നിരുപാധികം ആയുധം വെച്ച് കീഴടങ്ങണം എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നത്. ചിലർ മാവോയിസ്റ്റുകളുമായി സമാധാന ചർച്ച നടത്തണമെന്ന് പറയുന്നു. അതിന്റെ ആവശ്യം എന്താണെന്നും അമിത്ഷാ ചോദിച്ചു. കേന്ദ്ര സർക്കാരും ഛത്തീസ്ഗഡ് സർക്കാരും ബസ്തറിന്റെ വികസനത്തിനായി എല്ലാം ചെയ്യുന്നുണ്ടെന്നും കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക് കീഴടങ്ങുക എന്നതല്ലാതെ മറ്റു വഴികളില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കീഴടങ്ങുന്നവർക്ക് പുനരധിവാസത്തിന് പ്രത്യേക പദ്ധതി തയ്യാറാക്കുമെന്നും ഭീകരതയുടെ വഴിയെ പോകരുതെന്നും അദ്ദേഹം യുവാക്കളെ ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് 2026 മാർച്ച് 31 ബസ്തർ മാവോയിസ്റ്റ് ഭീകരതയിൽ നിന്നും മോചിതമാകും എന്ന് അടിവരയിട്ടുറപ്പിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി.